എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ എപ്പോഴാണ് ആരംഭിക്കുക, അതുപോലെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോയായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 19 മുതൽ നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ട്രാൻസ്ഫറിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ വെക്കേണ്ടത് അതനുസരിച്ച് വേണം നിങ്ങൾ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു അവസരം നൽകാറില്ല. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. സെക്കൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ജില്ലാനന്തര ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് എന്തെങ്കിലും സ്കൂളും കോഴ്സും രണ്ടും മാറണമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഓപ്ഷൻ വെക്കാൻ സാധിക്കുക എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഓപ്ഷൻ വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു സെയിം സ്കൂളിൽ നിന്ന് തന്നെ മറ്റൊരു കോഴ്സ് മാറ്റത്തിനായിട്ട് ആ ഒരു സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് അതായത് സ്കൂളിൽ നിന്നും കോഴ്സ് മാറാതെ മറ്റൊരു സ്കൂളിലേക്ക് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറാം. ഈ ഒരു രീതിയിൽ 3 ടൈപ്പ് രീതിയിലാണ് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് ഈ ഒരു ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് സ്കൂൾ മാറണോ, കോഴ്സ് മാറണോ, അല്ലെങ്കിൽ സ്കൂളും കോഴ്സും രണ്ടും മാറണോ, എങ്ങനെയൊക്കെയാണ് മാറേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് ഫൈനൽ കൺഫർമേഷൻ ചെയ്ത ശേഷം പിന്നീട് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യാനോ അതായത് എഡിറ്റ് ചെയ്ത് കൊടുക്കാനോ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കിട്ടിയ ട്രാൻസ്ഫർ റദ്ദ് ചെയ്യാനും സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പായിട്ട് ഞാൻ അപേക്ഷിക്കേണ്ടതുണ്ടോ, അതുപോലെ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകൾക്ക് അല്ലെങ്കിൽ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് എങ്ങനെയൊക്കെ വെക്കണം എന്നുള്ള കാര്യം ഓപ്ഷൻ വെക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെ ഓപ്ഷൻ വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുന്നതല്ല എന്നുള്ളത് കൂടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കാൻഡിഡേറ്റ് ലോഗിൻ എന്നാണ് ആ ഒരു ലിങ്കിൻ്റെ പേര്. കാൻഡിഡേറ്റ് ലോഗിൻ SWSO അല്ലെങ്കിൽ MRSO അല്ലെങ്കിൽ ഒരു സ്പോർട്സോ ഇങ്ങനെയുള്ള ലിങ്കുകളൊന്നും ഉണ്ടാവില്ല. കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം നോക്കാം. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS മുഖേനയോ അല്ലെങ്കിൽ MRS മുഖേനയോ അതല്ല എങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് മുഖേനയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ നിങ്ങൾക്കൊരു ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് ട്രാൻസ്ഫറാണ് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ. രണ്ടാമത്തെ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറാണ്. അത് സ്കൂൾ മാറാം, അതുപോലെ കോഴ്സ് മാറാം, സ്കൂളും കോഴ്സും മാറാം, അതുപോലെ ജില്ല മാറാം, ജില്ലയും സ്കൂളും കോഴ്സും മാറാം. ഈ ഒരു രീതിയിൽ വിവിധ തരത്തിലുള്ള ട്രാൻസ്ഫറാണ് ഈ ഒരു രണ്ടാമത്തെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ആദ്യത്തെ ആണെങ്കിൽ സ്കൂൾ മാറാം, കോഴ്സ് മാറാം, സ്കൂളും കോഴ്സും രണ്ടും മാറാം. ഈ ഒരു രീതിയിലുള്ള ട്രാൻസ്ഫറാണ് ഫസ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള വിവിധ ലോഗിനുകൾ വഴി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ കമ്മ്യൂണിറ്റി കോട്ട അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ അഡ്മിഷൻ നേടിയ കമ്മ്യൂണിറ്റി കോട്ടയിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിലോ മറ്റൊരു കോഴ്സിലേക്ക് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് മാറ്റം കിട്ടുന്നതായിരിക്കും. അല്ലാതെ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതല്ല. ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് പറയുമ്പോഴായിട്ട് നിങ്ങൾ ചോദിക്കുന്ന കാര്യമാണ്, ട്രാൻസ്ഫർ ലഭിച്ചു കഴിഞ്ഞാൽ ഫീസ് അടക്കേണ്ടതുണ്ടോ, അതുപോലെ യൂണിഫോം എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതുതായിട്ട് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സ്കൂൾ മറ്റൊരു സ്കൂളാണോ അല്ലെങ്കിൽ ഹയർ ഓപ്ഷനിലേക്കാണോ, അതായത് ഈ ഒരു ഹയർ കോഴ്സിലേക്കാണോ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അതനുസരിച്ച് മാത്രമാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റും കാര്യങ്ങൾ വരികയുള്ളൂ. അതല്ലെങ്കിൽ ആദ്യത്തെ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു തരും, ഫീസും തിരിച്ചു തരുന്നതാണ്. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളിൽ അടച്ചാൽ മതിയാകും. ഇനി അതുപോലെ തന്നെ യൂണിഫോമിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടുന്നതെങ്കിൽ
പ്രാവശ്യത്തെ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ നിന്നും വാങ്ങിച്ച യൂണിഫോം ചിലപ്പോൾ നിങ്ങൾക്ക് അത് പൈസ വേസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും മറ്റു വിദ്യാർത്ഥികൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ യൂണിഫോം തയ്ച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവർക്ക് അത് കൊടുത്താൽ മതി. അങ്ങനെയെങ്കിൽ അതിൻ്റെ പൈസ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ യൂണിഫോമിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലാണെങ്കിൽ കിട്ടുന്നെങ്കിൽ പ്രത്യേകിച്ച് ഒരു യൂണിഫോം മറ്റാർക്കും കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി എങ്ങനെയാണ് ഈ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുക എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാൻ പറ്റും. കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു ലിങ്കാണ്. അതുപോലെ അതിൽ SWSO അല്ലെങ്കിൽ MRSO അല്ലെങ്കിൽ ഒരു സ്പോർട്സ് എന്നിങ്ങനെയുള്ള ആ ഒരു പേരുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വേക്കൻസി ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസി ലിസ്റ്റ് മാത്രം നോക്കിയിട്ടല്ല കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കായിരിക്കും മാറേണ്ടി വരിക. ചില വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് മാറേണ്ടതായിട്ട് വരും. അതുപോലെ ചില വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് മാറിയാൽ മതി, എന്നാൽ കോഴ്സ് മാറേണ്ട. ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ട്രാൻസ്ഫറിനായിട്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടം ഉള്ള പോലെ ട്രാൻസ്ഫറിനായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങൾ ഏത് കോട്ടയിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ജില്ല എന്നിവ കൊടുക്കുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP അടുത്ത പേജിൽ നൽകി സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് പ്രൊഫൈൽ പേജിലേക്ക് ഓപ്പൺ ആവുകയുള്ളൂ. അതുപോലെ തന്നെ ചില വർഷങ്ങളിൽ നിങ്ങൾ ഈ ഒരു അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങളോട് ഈ ഒരു സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കുന്നു. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നിങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരിക. കാരണം പിന്നീട് മാത്രമാണ് എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുള്ളൂ. കാരണം വിദ്യാർത്ഥികൾ തന്നെയാണ്, നിങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള അക്കൗണ്ട് ഉടമകൾ തന്നെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു രീതിയിൽ OTP ചോദിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ആ ഒരു സ്കൂളിൻ്റെ അല്ല SLCയുടെ രജിസ്റ്റർ നമ്പർ നൽകുക. അപ്പോൾ അത് നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്, അതായത് അഡ്മിഷൻ നേടിയിട്ടുള്ളത്, ആ ഒരു സ്കൂളിൻ്റെ കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്കൂളിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും അത് സെലക്ട് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ പിന്നീട് ഏത് കോഴ്സ് കോമ്പിനേഷനിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നുള്ള ഡീറ്റെയിൽസും ചോദിക്കും. അതുകൂടി നൽകുക. അപ്പോൾ അതുകൂടി നൽകിയ ശേഷം പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള ഭാഗമാണ്. ഓപ്ഷൻ്റെ നമ്പർ ലാസ്റ്റ് എന്നാണ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുക. അതുപോലെ തന്നെ ഏത് സ്കൂളിലേക്കാണ് വേണ്ടത് ആ ഒരു സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവിടെ സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്കൂളിലുള്ള കോഴ്സ് കോമ്പിനേഷനുകളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ അവിടെയുള്ള ആ ഒരു സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആഡ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോൾ താഴെ അത് ലിസ്റ്റഡ് ആയിട്ട് സീരിയൽ നമ്പർ, അതുപോലെ തന്നെ സ്കൂള്, അതുപോലെ തന്നെ കോഴ്സ് എന്നിങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ അവിടെ വരും. അപ്പോൾ അതിന് നേരെയായിട്ട് തന്നെ ഒരു വേസ്റ്റ് ബിൻ ഓപ്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതുപോലെ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു വേസ്റ്റ് ബിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണോ ആ ഒരു ഓപ്ഷനുകൾ നൽകി നിങ്ങൾക്ക് ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിവിടെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ മാത്രം കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് തന്നെയായിരിക്കണം ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് നിങ്ങൾ ഓപ്ഷനുകളായിട്ട് വെക്കേണ്ടത്. അല്ലാതെ താല്പര്യമില്ലാത്ത കോഴ്സോ കോളേജല്ല സ്കൂളുകളോ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കാനായിട്ട് പാടുള്ളതല്ല. അതായത് ഈ ഒരു സ്കൂളോ കോഴ്സുകളോ ഓപ്ഷനായിട്ട് വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ നിങ്ങൾ ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താവൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ഓപ്ഷൻസ് നൽകിയ ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ നേരെയുള്ള ഡിലീറ്റ് അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റ് ബിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് റിമൂവ് ആവുന്നതാണ്. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷൻസും നൽകി ഇനി പ്രത്യേകിച്ച് എഡിറ്റ് ചെയ്യേണ്ട, അതുപോലെ ഓപ്ഷൻ ആഡ് ചെയ്യേണ്ടതില്ല എന്ന് നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഡിക്ലറേഷൻ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഡിക്ലറേഷൻ്റെ ആ ഒരു കാര്യം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേരുണ്ടാകും. ഐ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇന്ന ആ ഒരു വിദ്യാർത്ഥിയുടെ അതായത് ഇന്ന വിദ്യാർത്ഥിയുടെ പാരൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ, അതുപോലെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചത് എൻ്റെ കൂടി
അറിവോട് കൂടിയാണ് എന്നുള്ള രീതിയിലായിരിക്കും, അതായത് എൻ്റെ കൂടി അറിവോട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കിട്ടിയിട്ടുള്ള കോഴ്സിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ മാറാമെന്ന് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് ആ ഒരു കാര്യമാണ് ആ ഡിക്ലറേഷനിൽ ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി എഡിറ്റ് ചെയ്യാനുണ്ടോ എന്ന കാര്യം ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. ഇനി എഡിറ്റൊന്നും ചെയ്യേണ്ടതില്ല എന്നാണെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടുന്ന പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രിൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ട്രാൻസ്ഫറിൻ്റെ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു 1-1.5 ദിവസം കഴിഞ്ഞ ശേഷമാണ് ട്രാൻസ്ഫർ റിസൾട്ട് വരിക. ചില ദിവസങ്ങൾ 2-3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞാണ് ട്രാൻസ്ഫർ റിസൾട്ട് വരിക. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ റിസൾട്ട് വരുന്ന സമയത്ത് ആ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വാക്കൻസി ഇല്ലാത്ത സ്കൂളായിരുന്നാൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നീട് ട്രാൻസ്ഫറിൻ്റെ ഈ ഒരു റിസൾട്ട് വരുന്നത് ഒരു 1.5-2 ദിവസം കഴിയുന്ന സമയത്താണ്. അപ്പോൾ ആ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഒരു ലിങ്ക് കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, പാസ്വേഡ് നൽകുക, ജില്ല നൽകുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ ട്രാൻസ്ഫർ റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നീട് വരുന്ന പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും, അതായത് വിദ്യാർത്ഥികൾക്ക് ഒരു അലോട്ട്മെൻറ്റ് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതേസമയം സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും കിട്ടിയിട്ടുള്ള ആ ഒരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ മറ്റോ മാറേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്ന എന്ന സ്കൂളിലേക്കാണ്. ഞാനിപ്പോൾ എന്ന സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക്, അതായത് എനിക്കിപ്പോൾ ഹ്യൂമാനിറ്റീസാണ് കിട്ടിയത്, ഞാനിപ്പോൾ ഈ ഒരു ബയോളജി സയൻസാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ബയോളജി സയൻസിലേക്ക് ഞാൻ ഓപ്ഷൻ വെക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം കിട്ടിയ സീറ്റ് പോകും, പുതുതായിട്ട് കിട്ടിയ ആ ഒരു കോഴ്സിലേക്ക് ഞാൻ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. അതായത് ഈ ഒരു സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണെങ്കിൽ കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് അടച്ചുകൊണ്ട് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാം. അതേസമയം ഞാനിപ്പോൾ എന്ന സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ആണ്, എനിക്ക് ബി എന്ന സ്കൂളാണ് ഹ്യൂമാനിറ്റീസ് വേണ്ടത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങനെ ട്രാൻസ്ഫറിന് വെച്ച സമയത്ത് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സീറ്റ് പോവും. അതുപോലെ പുതുതായിട്ട് കിട്ടിയുള്ള ആ ഒരു സീറ്റിൽ ഞാൻ പോയിട്ട്, അതായത് ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും എൻ്റെ ഡോക്യുമെൻസും ഫീസും കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച ശേഷം ഞാൻ ഈ ട്രാൻസ്ഫർ കിട്ടിയ ആ ഒരു സ്കൂളിലേക്ക് പോയിട്ട് അഡ്മിഷൻ നേടും. ഇനി ചില സമയത്ത് എനിക്ക് ആദ്യം കിട്ടിയത് ഹ്യൂമാനിറ്റീസ് ആണ്, എന്നാൽ ഞാൻ ട്രാൻസ്ഫറിന് വെച്ചത് ബി എന്ന സ്കൂളിലെ കൊമേഴ്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ഇവിടെ ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് ഇവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നീട് ആ ഒരു പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ ആദ്യത്തെ സ്കൂളിൽ നിന്ന് വാങ്ങിച്ച് പുതുതായിട്ട് കിട്ടിയ ആ ഒരു സ്കൂളിൽ പോയിട്ട് ഞാൻ അഡ്മിഷൻ നേടും. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ അഡ്മിഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് പോകത്തുള്ളൂ. അതല്ലെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല, അതായത് ഇവിടെ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ സീറ്റ് തന്നെ അവിടെ നിലനിൽക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഏത് സ്കൂളിലേക്കാണോ അല്ലെങ്കിൽ ഏത് കോഴ്സിലേക്കാണോ അതിനനുസരിച്ച് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.